മെറ്റൽ സ്റ്റെയർ കേസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ 14 സ്റ്റെപ്പാണ് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഫ്ലൈറ്റ് ഈ ഒരു ലെവലിൽ 14 സ്റ്റെപ്പോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ സ്റ്റെയർ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ വീടിന് നമ്മളുടെ ഏരിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയക്ക് യോജിച്ച മോഡൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസ് ആണ്. സെൻറ്ററിലൂടെ ഒരൊറ്റ പൈപ്പ് മാത്രം കൊടുത്ത് ചെയ്ത ഈ ഒരു സ്റ്റെയർ കേസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ട്യൂബ് കണ്ടില്ലേ, 5x5 സൈസാണ് നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട് സെൻറ്ററിലൂടെ ട്യൂബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ തിക്നെസ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം കേട്ടോ. കാരണം നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ എത്രയാണോ സ്റ്റെപ്പ് ഉള്ളത് അതിനനുസരിച്ചാണ് അതിൻ്റെ തിക്നെസ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന സെയിം ട്യൂബ് തന്നെയാണ്. അതുപോലെ നമ്മൾ വുഡ് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് കണ്ടില്ലേ, ഈ ഒരു പ്ലേറ്റിന് നമ്മൾ തിക്നെസ് കൊടുത്തിരിക്കുന്നത് 10 mm ആണ്. 10 mm ആണ് തിക്നെസ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ത്രെഡ് എന്ന് പറയും, ചവിട്ടാൻ ഉദ്ദേശിക്കുന്ന ഏരിയൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ ടോട്ടൽ സൈസ് എത്രയാണോ, വുഡ് നമ്മൾ കൊടുക്കുന്നത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൽ നിന്നൊരു 5 സെൻറ്റിമീറ്റർ ഒരു സൈഡിലോട്ടും 5 സെൻറ്റിമീറ്റർ ഒരു സൈഡിലോട്ടും 10 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് ഇതിൻ്റെ സൈസ് നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ഒരു 27 സെൻറ്റിമീറ്റർ ത്രെഡ് സൈസ് വരുന്നുണ്ടെങ്കിൽ 17 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുക. അതുപോലെ ഇത് സ്റ്റെപ്പിന് വുഡ് വെക്കുമ്പോൾ സമയത്ത് വുഡ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ 8ഓളം ഹോൾസ് ചെയ്തിട്ടുണ്ടാവും. ആ ഹോൾസ് വിത്ത് കൗണ്ടറിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കൗണ്ടറിങ് ചെയ്യുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. കാരണം സ്ക്രൂ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ലെവലായിട്ട് നിൽക്കണം. നമ്മളത് ചെയ്യാത്ത പക്ഷം ഇതിൽ വുഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് അത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റെയറിൽ ഒന്ന് കയറി നോക്കാം. മുകൾക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് 14 സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൊടുക്കുന്ന സെക്ഷനും അതിൻ്റെ തിക്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു മോഡൽ കണ്ടിട്ട് മാത്രം റേറ്റ് തീരുമാനിച്ച് ഇത് കൊടുക്കരുത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 14 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലാൻഡിങ് വരുന്നുണ്ട്. ലാൻഡിങ് കഴിഞ്ഞതിന് ശേഷം 3 സ്റ്റെപ്പും മുകളിൽ നമ്മൾ ഫ്ലോർ ലെവലിൻ്റെ ഭാഗത്ത് ഒരു ബ്രിഡ്ജ് പോലുള്ള ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പ്ലേറ്റ് കൊടുത്താൽ നമുക്ക് അത്രയും വെയിറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ലാൻഡിങ് കണ്ടില്ലേ, 180 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിനൊക്കെ നമ്മൾ പ്ലേറ്റ് സിംഗിൾ പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹെവി വെയിറ്റ് വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിനിമം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്ലോർ വാട്ടർ ലെവൽ ആണ് മെയിൻ ഒരു അടുത്ത കാര്യം. വാട്ടർ ലെവൽ നിർബന്ധമായിട്ട് നോക്കണം. നമ്മൾ ഈ സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഒരു പാസേജ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പാസേജിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടൊരു ബേ വിൻഡോ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് ഇതുപോലുള്ള ബേ വിൻഡോ ഇതിൽ ഗ്രില്ല് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിലൊരു മെറ്റലിൻ്റെ ഫ്ലാറ്റ് ബാർ കൊടുത്ത് ഒറിസോണ്ടലി പൈപ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡോർ ഫ്രെയിമൊക്കെ സ്റ്റീൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മോഡൽ ഏതാണെന്നുള്ളതും നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയൻ്റെ ഫോട്ടോ നിങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ 9072 20 20 30 എന്നുള്ള നമ്പറിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങളുടെ ഏരിയക്ക് പറ്റിയ മോഡൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് തരാൻ ശ്രമിക്കുന്നതാണ്. മാത്രമല്ല അതിൻ്റെ കൺസൾട്ടേഷൻ ഞങ്ങൾ തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം.